നമ്മൾ ഈ ഒരു ചാനലുണ്ട് എന്നുള്ളത് ചെയ്യാറിന് അറിയാലോ, അത് കാണാറുമുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുമുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതിൽ ശ്രീരാറിൻ്റെ സിനിമാ രംഗത്തേക്കുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇനി ഒന്ന് അതിനെപ്പറ്റി ഒരു അഭിമുഖം എന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമയിലേക്ക് അങ്ങനെ വന്നു. 1970 തോന്നുന്നത് പ്രിയ ഇൽ കൂടിയിട്ട് വന്നു. അത് നോവല് രാധാകൃഷ്ണന്റെ രചനയുടെ സിനിമ ഭാഷ്യം ആണുള്ളത്. അപ്പം ഈ സിനിമയിലേക്ക് വന്ന കാര്യങ്ങളെല്ലാം അത് ഇതുവരെ വേറൊരു ഇൻ്റർവ്യൂവിലും ഉണ്ടായിട്ടുമില്ല. അപ്പം ഈ വക കാര്യത്തിലേക്ക് നമുക്കൊരു സൗഹൃദ നേരം ഈ മധ്യാഹ്ന നേരത്തെ ഒന്ന് സംസാരിക്കാൻ ചിലാണ് വന്നത്. ആ സംസാരം നമുക്ക് തുടങ്ങിയ അതെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കണക്ക് കൂട്ടി കരുതി കൂട്ടി ചെയ്തിട്ടുള്ളതല്ല. അവിടെ എത്തിപ്പെട്ടു എന്ന് പറയുന്നത് എന്തോ ഒരു നിയതി തന്നെ. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യം. ഞാൻ ഈ പൂനെയില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയില് ഒരു ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തിരുന്ന കാലത്തെ എന്റെ ജോലി ഈ സൈസ്മോളജി സെക്ഷനിലാണ്. ഞാനത് ചുമതലക്കാരനാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സൈസ്മോളജി യൂണിറ്റിന്റെ. അപ്പൊ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും എന്റെ ജോലി കഴിയും. രാവിലെ 6 മണിക്ക് തുടങ്ങണം. ചാർട്ട് എടുക്കണം, മാറ്റണം, അനലൈസ് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലി കഴിയും. പിന്നെ വൈകുന്നേരം പോയി ചെക്ക് ചെയ്യേ വേണ്ടു. ബാക്കി സമയമുണ്ട്. അപ്പൊ ഞാനും എൻ്റെ ഒരു നാട്ടുകാരനൊരു മൂസ് തിരുമേനി ഉണ്ട് കുറ്റിശ്ശേരി. അദ്ദേഹം അവിടെ ഈ ഓർഡിനൻസ് ഫാക്ടറിയില് അദ്ദേഹം ജോലിക്കാരനായിരുന്നു. ഞങ്ങളുടെ ഒരു വീട്ടിലാണ് താമസിക്കാൻ. പൂനെയിലായിരുന്നു. അതെ. അപ്പൊ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു. ചെറുപ്പത്തിലെ പരിചയം ഉണ്ടാവാം. കുട്ടിക്കാലം തൊട്ട് കളിച്ചു വളർന്ന ആൾക്കാരാണ്, ഒരു പ്രായക്കാരാണ്. 4 മാസം വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പണ്ടൊരു നോവലിലോ ഇതിലൊന്നും സൈക്കിളിലുള്ള ആ കഥാപാത്രം. അപ്പൊ ഞങ്ങളിങ്ങനെ പ്രഭാത് റോഡിലാണ് താമസം. അവിടെ പ്രഭാത് റോഡിന്റെ ഈ വീടിന്റെ നേരെ അപ്പുറത്താണ് പ്രഭാത് സ്റ്റുഡിയോ. അവിടെയാണ് അന്നത്തെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് പി.കെ. നായർ ക്യൂറേറ്റർ ആയിട്ടിരിക്കുന്ന ഒരു ഓഫീസും ഒരു ഡയറക്ടർ ഉണ്ട്. അദ്ദേഹം വല്ലപ്പോഴേക്കേ വരാറുള്ളൂ. അവിടെ ജോലിക്കാരൊന്നും കാര്യമായിട്ടില്ല. വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണനും അസീസും ബാക്കി ഈ ജയബാദുരി എന്ന് പറയുന്ന അമിതാഭ് ബച്ചന്റെ പഠിക്കാൻ വന്നവര്. അതെ, പക്ഷെ ജോലി ചെയ്യാൻ ആളില്ല. അപ്പോ ഈ പി.കെ. നായർ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവിടെ വന്നാൽ ഞാൻ നമുക്ക് നേരം പോക്കും പറഞ്ഞിരിക്കാം. ഞങ്ങള് അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയി എൻറ്റൈസ് ചെയ്ത് കൊണ്ടുപോയി. അവിടെ ലോകത്തുനിന്ന് മുഴുവൻ വരുന്ന പഴയ സിനിമകളും സൈലന്റ് എറ തൊട്ട് ജോൺ ഓഫ് ആർക്ക് തുടങ്ങിയ ഐസൻസ്റ്റീൻ പടങ്ങള്, ഇങ്ങനത്തെ കുറെ പടങ്ങൾ തൊട്ട് ഇങ്ങോട്ടുള്ള പടങ്ങൾ മുഴുവനും പ്രാമാണികങ്ങളായ പുസ്തകങ്ങളും ലോകത്തിലെ ഏറ്റവും നല്ല തിരക്കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിനുള്ള ഫണ്ടും ഉണ്ട്. പക്ഷെ ഇത് നോക്കി എടുത്തു വെക്കാനോ ഒരു ലൈബ്രറി ഫോം ചെയ്യാനോ ഒരു ഫിലിം ലൈബ്രറി ശരിക്കും ഇതൊക്കെ നോക്കി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചുണ്ടാക്കാനോ ഒന്നും ആൾക്കാരില്ല. അപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൂടി ഞങ്ങൾ ഇതിലേക്ക് അങ്ങനെ പോയി ഈ സിനിമകൾ കാണാനും ഈ തിരക്കഥകൾ വായിക്കാനും ഈ ക്രിറ്റിസിസം ഒക്കെ പഠിക്കാനും ഉള്ള ഒരു അവസരം അവിടുന്ന് ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള പ്രചോദനം. അതാണ് ഇതിന്റെ ആദ്യത്തെ ഈച്ച കടിക്കാനുള്ള കാരണം. അത് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചു. ഞാൻ അവിടുന്ന് പിന്നെ ബോംബെയിൽ പോയി. ബോംബെയിൽ രാവും പലും പണിയായിരുന്നു ഈ സയൻസ് സ്റ്റുഡിയോ മാസികയില്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ഡൽഹിക്ക് പോയി. ഡൽഹിക്ക് പോയപ്പോഴും അവിടെ ഈ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് രണ്ടാകുന്ന കാലമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പത്രം ഓഫീസില്. ആ കാലത്തൊരു ദിവസം മധു എന്ന ഒരു നമ്മുടെ സിനിമാ നടൻ, അദ്ദേഹത്തെ എനിക്ക് ഈ സിനിമയിൽ കണ്ട പരിചയം എന്നുണ്ടായിരുന്നുള്ളൂ, ഒട്ടും അറിയില്ല. ഒരു ബാഗ് നോക്കി രാവിലെ ഞാൻ താമസിക്കുന്ന വിത്തൽഭായി പട്ടേൽ ഹൗസിലേക്ക് കയറി വരുന്നത്. ഞാനും ഒരു വേലക്കാരനും ഉണ്ട്, വേറെ ആരും കുടുംബമില്ലാത്ത കാലം ആയിട്ടില്ല. എന്നോട് പറഞ്ഞു ഞാൻ മധു. ഞാൻ പറഞ്ഞു അത് കണ്ടപ്പോൾ മനസ്സിലായി, സാക്ഷ്യം വേണ്ട. അതെ, എന്താണാവോ വിശേഷം? ഞാനേ തന്നെ കൊണ്ടൊരു സിനിമ എഴുതിക്കാൻ വന്നതാണ്. തൻ്റെ ഒരു നോവൽ സിനിമയാക്കണം. തേവിടിശി എന്നൊരു നോവലാണ്, അത് സിനിമ ആക്കി തിരക്കഥ എഴുതി തരണം. വയ്യാന്ന് പറയരുത്, ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കാരണവരുടെ മട്ടും ഭാവവും ഒക്കെ ഉണ്ട്, ഒരു സ്നേഹവും മനുഷ്യനും. അങ്ങനെ നമുക്ക് ഒരാളെ കണ്ടാൽ ഇഷ്ടാവൂലോ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം, ഇരിക്കും. പക്ഷെ എനിക്കിങ്ങനെ തിരക്കാണ്. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ പോയിക്കോളൂ. രാവിലെ പോയിട്ട് രാവിലെ ഇവിടെ ഇരുന്നിട്ട് തിരക്കഥ എഴുതാം. ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫീസിൽ പോകുമല്ലോ, ഞാൻ പറയുന്നത് വായിക്കാം. ഞാൻ അതിൻ്റെ മുകളിൽ എൻ്റെ കമൻസ് ഒക്കെ പറയാം. രാത്രി വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിറ്റേന്നാൾ നിങ്ങൾ രാവിലെ വീണ്ടും തിരക്കഥ എഴുതും. ഞാൻ കിടന്നുറങ്ങും.
ഈ പരിപാടി നമുക്ക് തുടരാം, വിരോധമില്ലെങ്കിൽ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു 14 ദിവസം കൊണ്ട് ആ തിരക്കഥ പൂർത്തിയായി. ഇത് മാത്രമല്ല, തിരക്കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ എനിക്ക് ഉണ്ടാകും കൂടെ ചെയ്തു. അങ്ങനെ അധികം തിരക്കഥ ഒരു പേരിട്ടാല് മലബാറിന് പ്രശ്നം ഉണ്ടാവില്ല. ഒരു ഓമന വാക്കാണ്. പക്ഷെ തെക്കോട്ട് വന്നാൽ ഞങ്ങളുടെ നാട്ടിലെ ചീത്തപ്പേരാണ്. അതുകൊണ്ട് ഒരു പടം പുറത്തു വരുമ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരരുതല്ലോ. അതുകൊണ്ട് പേര് മാറ്റിക്കൂടെ? എന്ത് പേരും മാറ്റാം, കഥാനായികയുടെ പേര് എന്ത് പേരും മാറ്റാം. പ്രിയ എന്ന് പേരിട്ടു. അങ്ങനെ പ്രിയ എന്ന് പേരാക്കി. പിന്നെ അദ്ദേഹം ഷൂട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, വന്നാലും ഷൂട്ട് ചെയ്യുന്ന കാണാം, കൂടെ നിൽക്കാം, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണമെങ്കിലോ എന്നോട് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിലോ പറയാം. അപ്പോൾ ഞാൻ അവിടെ പോയി. ആദ്യം മദ്രാസിൽ പോയി, പിന്നെ ബോംബെയിൽ പോയി ഷൂട്ടിങ്ങിന്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന്റെ സമയത്ത് അപ്പോഴും പോയി, അതും ചെയ്തു. എങ്ങനെ എഴുതണമെന്നോ എങ്ങനെ ഉണ്ടാക്കണമെന്നോ എങ്ങനെയൊക്കെ സാങ്കേതികമായി, മാത്രമല്ല എനിക്ക് ഇത്തിരി കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഇത് പഠിക്കാനൊരു താല്പര്യവും എളുപ്പവും കൂടുതൽ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെൻസിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാമറയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ക്യാമറയുടെ ഗ്രാമർ മനസ്സിലാക്കാൻ വളരെ മറ്റുള്ളവരെക്കാൾ എളുപ്പമാണ് ഈ ഫിസിക്സ് പഠിച്ച ആളുകൾ. അങ്ങനെ ഒരു സഹായം കിട്ടിക്കൊണ്ട് അത് പഠിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വെച്ചു. അപ്പോൾ സിനിമ എടുക്കാൻ സമയമായിട്ടില്ലല്ലോ. എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അന്ന് തന്നെ ഇതിന് കാശ് കുറവ് വേണ്ടേ. അന്ന് മധു ഇതിന്റെ ഇതൊക്കെ ഒരു സൗഹൃദത്തിന്റെ അല്ല, അന്ന് അദ്ദേഹത്തിന്റെ ഒരു ശ്രമം കൊണ്ട് ബോംബെയിലുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു അബു അലി എന്ന് പറഞ്ഞിട്ട്, അവരാണ് ചെയ്തത്. പിന്നെ അത് ആന്ധ്രാപ്രദേശത്തേക്ക് ഇതിന്റെ കോപ്പിറൈറ്റ് വിറ്റു, തിരക്കഥയുടെ അവകാശം കൊടുത്തു. അപ്പോൾ ആ കാശ് എനിക്ക് തന്നു. ഏതൊരു സ്ത്രീ 3 ലാംഗ്വേജിലേക്ക് ആ ഭാഷ അതിന്റെ അവകാശമായി കൊണ്ടുപോയി. എടുത്തിട്ടുണ്ട് പടം തോന്നുന്നു, എനിക്കറിയില്ല. അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതിലാണ് അതുവരെ നായകനായിരുന്ന മധു വില്ലനായിട്ട് വരുന്നത്. നായകനായിട്ടുള്ള മധു വില്ലനായിട്ട് വന്നു. വെറും തമാശക്കാരനായ അടൂർ വാസി ഗൗരവമുള്ള ഒരു ക്യാരക്ടറിലേക്ക് വന്നു. ചന്ദ്രാജി എന്ന് പറയുന്ന ഒമ്പ് വരാത്ത ഒരാള് വന്നു. ഒരു വിഴക്കപ്പെട്ട പെണ്ണ് എന്ന് പറയുന്ന ഒരു നായിക മലയാള സിനിമയിൽ ആദ്യമായിട്ടുണ്ടായി. അതിനുശേഷം പിന്നെ പലതും വന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതില് ആണ് അടൂർ വാസിക്ക് ഒരു പാട്ടുണ്ടല്ലോ. അതില് അടൂർ വാസിക്ക് ഒരു പാട്ടുണ്ട്. അതാണ് നല്ലൊരു അത് ഈ അടൂർ വാസി എന്ന് പറയുന്ന ആള് വെറും തമാശക്കാരനായിരുന്ന ആള് ഒരു ക്യാരക്ടർ ആക്ടറായിട്ട് രംഗത്ത് വരിക. അത് പ്രിയൽ കൂടിയാണ്. അപ്പോൾ അയാൾക്ക് അഭിനയിക്കാൻ അറിയാം എന്ന കാര്യം ആദ്യമായിട്ട് തെളിയിക്കുന്നത് ഈ പടത്തിലാണ്. മറ്റേ വെറും തമാശയും വയറോണ്ടുള്ള അഭിനയിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുഷിരാഗം വന്നത്. അതൊക്കെ അപ്പൊ അന്നും ഞാൻ ഈ സിനിമ എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഗൾഫിൽ നിന്ന് ഒരാള് വന്നിട്ട് എന്റെ കൂടെ പഠിച്ച ഒരാള്, അയാൾക്കൊരു സിനിമ എടുക്കുന്ന ഒരു മോഹം എവിടുന്നോ തിരക്കി പിടിച്ച് വന്നതാണ്. കൂട്ടുകാരനാണ്, ചെറുപ്പത്തിലെ നാട്ടുകാരനാണ്. അവന് പറഞ്ഞത് എനിക്കൊരു സിനിമ ഉണ്ടാക്കണം, നിങ്ങളുടെ ഒരു അഗ്നി ഒരു നോവലുണ്ടല്ലോ, അത് കൊള്ളാമെന്ന് തോന്നുന്നു, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. കാരണം എനിക്ക് വേറെ ആളെയും വിശ്വാസമില്ല, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ച് പറയാം. ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ചെയ്യാം. അങ്ങനെ ഒരു ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് ഞാനൊരു ബഡ്ജറ്റൊക്കെ കൊടുത്തു. അങ്ങനെ അദ്ദേഹം അപ്പൊ തന്നെ ആ കാശ് പകുതി ബാങ്കിലിട്ട് അദ്ദേഹം പോയി. പിന്നെ അതിന്റെ ശരിക്കും പറഞ്ഞാൽ നിർമ്മാതാവും സംവിധായകനും കാര്യക്കാരനും കണക്ക് പുസ്തകക്കാരനും ഒക്കെ ഞാൻ അതിലേക്കാണല്ലോ നമ്മുടെ കുളത്തോട് രാഘവൻ വന്നത്. അങ്ങനെയാണ് രാഘവൻ ആദ്യമായിട്ട് രാഘവനെ അപ്പൊ എങ്ങനെ പരിചയപ്പെട്ടത്? രാഘവനെ എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളുടെ തൊട്ടപ്പുറത്തെ വീട്ടുകാരനാണ്. എന്റെ അച്ഛന്റെ വീടിന്റെ തൊട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയ ഒരാളുടെ മകനാണ് രാഘവൻ. അതെ, അങ്ങനെയാണ്. എന്റെ മുത്തശ്ശിയുടെ സുഹൃത്തിന്റെ മകളുടെ മകനാണ്. അതെ, രാഘവൻ. അപ്പൊ ഈ കുളത്തോട് രാഘവൻ രണ്ടെണ്ണത്തിൽ വർക്ക് ചെയ്തു അല്ലേ? രണ്ടെണ്ണത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രാഘവൻ എല്ലാറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഏതാണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിന്റെ പേരൊന്നും വേണ്ട, കാരണം എനിക്ക് കൂടെ വരാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പേപ്പർ വർക്ക് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. അത് പൊരുളിൽ നിന്നുള്ള മാസികയിൽ കൂടിയും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവർക്കുള്ള സൗഹൃദം ഉണ്ടായിരുന്നു.
ഞാൻ കുറെ കാലത്തെ സൗഹൃദം രാഘവേട്ടനായിട്ട് ഉണ്ട്. അറിയാം, എനിക്കറിയാം. അപ്പോൾ എന്നെ സിആറിനെ പരിചയപ്പെടുത്തി തന്നതും രാഘവേട്ടനാണ്. അപ്പോൾ അവിടെ മറക്കാൻ പറ്റില്ല. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ പ്രതീക്ഷ കൂടിയിട്ടാണ് ഈ പുസ്തകം ഇറക്കണം, എൻ്റെ കുറിച്ചുള്ള ഒരു പുസ്തകം ഇറക്കണം എന്നൊക്കെ വന്നതും അത് നേർക്കഥയോട് പോയതും പിന്നെ പല്ല് പറിക്കാൻ പോയത് വേറെ കഥ. ഇപ്പോൾ നമുക്ക് വീണ്ടും സിനിമയുടെ രംഗത്തേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഈ അഗ്നി എന്നുള്ള സിനിമ സംവിധാനം ചെയ്യാനും. അഗ്നി എന്നുള്ള സിനിമ ഞാൻ തിരക്കഥ എഴുതി ആദ്യം, അതിനാരുടെ സഹായം തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ മധുവിനെ പോയി കണ്ടു. ഇങ്ങനെ ഒരു പടമുണ്ട്, ഇതിൽ അഭിനയിക്കാൻ ഡേറ്റ് തരണം. മാത്രമല്ല അത് മദിരാശിയിൽ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടാം, ആരുമായിട്ടൊക്കെ ബന്ധപ്പെടരുത് എന്ന് രഹസ്യമായിട്ട് എന്നോട് പറയണം. ആ ബന്ധപ്പെടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളോട് പരസ്യമായിട്ട് എന്നെ വിളിച്ച് പരിചയപ്പെടുത്തുകയും വേണം. ഈ രണ്ട് കാര്യം. അപ്പൊ അദ്ദേഹം വെങ്കിട്ടരാമൻ സ്വാമി എന്നൊരു എഡിറ്ററെ പരിചയപ്പെടുത്തി. വെങ്കിട്ടരാമൻ സ്വാമിയുടെ അടുക്ക് ഞാൻ പോയപ്പോൾ സ്വാമി പിന്നെ എനിക്ക് ഇത് എടുക്കാൻ ആവശ്യമുള്ള ആളുകളെ, മര്യാദക്കാരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ചു. രാജഗോപാൽ ക്യാമറ, മോഹനൻ സംവിധാനം, അങ്ങനെ 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 ഓരോരോ ഏറ്റവും അവസാനത്തെ അസിസ്റ്റന്റ് ഡയറക്ടർഷിപ്പ് ആയിരുന്നു അഗ്നിയില്. പിന്നെ മോഹനൻ പോയിട്ടില്ല, സ്വതന്ത്ര സംവിധായകനായി. അതല്ല, അതിന് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി ബാക്കി സാറ് ചെയ്തോളൂ, അപ്പൊ ഞാൻ വേറെ ആളാക്കി തരണോ? ഞാൻ പറഞ്ഞു എനിക്ക് സ്വാമി മതി, വേറെ ആരും വേണ്ട, ഞാൻ ചെയ്തോളാം, മോഹനം വേണ്ട. പിന്നെ അദ്ദേഹം ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് പോലും വന്നിട്ടില്ല. പക്ഷെ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ട്. പിന്നെ ഒരു മാസത്തെ ഇതിന് ഷൂട്ടിംഗ് ഷെഡ്യൂൾ വെച്ച് പൊന്നാനി നാട്ടിലേക്ക് കൊണ്ടുവന്നു. ജീവിക്കാൻ മാർഗമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ഞങ്ങളുടെ നാട്. ആകെ ഐബി മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് രണ്ട് ചെറിയ വളരെ തുച്ഛം ചില ലോഡ്ജുകളോ അങ്ങനത്തെ കാര്യങ്ങളോ, പിന്നെ വീട്ടിലൊക്കെ ആയിട്ട് ഭക്ഷണം കൊടുത്തിട്ടും കൊണ്ടു നടന്നിട്ട് കൂടിയിട്ട് 34 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർന്നു. അന്ന് മധുവിനെ കൊണ്ട് താമസിച്ചു ഐബിയില്. ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ട് അവിടെ, അവിടെ കൊണ്ട് താമസിച്ചു. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ എണ്ണീക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ അന്നും വലിയ പാടാ. എണ്ണീക്കിടിപ്പിക്കണമെങ്കിൽ ഞാൻ തന്നെ പോകണം. കുട്ടികളാരും ചെന്നാൽ സമ്മതിക്കില്ല. അപ്പോൾ എന്നോട് പറയും, അസിസ്റ്റന്റ് ഡയറക്ടർ പറയും, സാറേ ഒന്ന് പോയിട്ട് ഒന്ന് സാറിനോട് പറഞ്ഞ ഞാൻ ചെന്നെ എന്നെ തെല്ലാൻ വരും. അതുകൊണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടി. ഇപ്പോഴും അങ്ങനത്തെയാണ് ജീവിതം. ഉച്ചയ്ക്ക് എണീക്കുള്ളൂ. ഇപ്പൊ അങ്ങനെയാണ്. ഉച്ചയ്ക്ക് എണീക്കും, രാത്രി 3 മണി വരെ ഇരിക്കും. അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോയ പിന്നെ പിറ്റേന്നാൾ രാവിലെ 12 മണിക്ക് എണീക്കുള്ളൂ. പിന്നെ കുടിച്ച് ഭക്ഷണം കഴിച്ച് വീണ്ടും ജീവിതം തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ആദ്യം മുതൽക്കേ അങ്ങനെയാണ് കഥ. രാത്രിയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും, പലതും ഉണ്ടാവും. പിന്നൊരു പടം, അടുത്ത പടം ചെയ്തു, ഈ അഗ്നി കനലാട്ടം എന്ന് പറഞ്ഞ പടം. അത് ചെറിയൊരു പടമായിരുന്നു. അതൊരു ഒരു ആരും അങ്ങനെ അറിയപ്പെടുന്നവരില്ലാത്ത ഒരു പടമായിരുന്നുകൊണ്ട് അത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഞാൻ ചില പരീക്ഷ നടത്താൻ വേണ്ടി ചെയ്തതായിരുന്നു. അതെന്തായാലും ഫലം കണ്ടു. വലിയ കാര്യമായിട്ട് അതുകൊണ്ട് മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അഗ്നി ഈ സിതാര ഫിലിംസ് എന്ന് പറഞ്ഞ പാവമണിയുടെ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ഏറ്റുവാങ്ങി. അവരതിന്റെ മുഴുവൻ കാശും തന്നു. അതിന് പുറമെ പിന്നീട് അത് 2 കൊല്ലത്തേക്കും കൂടി അഡീഷണൽ ആയിട്ട് വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ അതിന്റെ പുറത്ത് ഞാൻ നിലനിർത്തി കൊണ്ടുപോകുന്ന ഇതിന്റെ സോങ് റൈറ്റ്സ്, ഗൾഫ് റൈറ്റ്സ് കിട്ടിയിട്ട് 1 ലക്ഷം രൂപ വരെ, മൊത്തം 3.25 ലക്ഷം രൂപ കൊണ്ട് തീർന്ന പടത്തിന് 4.25 ലക്ഷം രൂപ പ്രൊഡ്യൂസർക്ക് കിട്ടി. അതുകൊണ്ട് എന്റെ ഭാഗം ഏതാണ്ട് ഒരു വൃത്തിയായി. അതെ. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായത്, ഈ അഗ്നി അത് സെൻസർ ചെയ്യാൻ വേണ്ടി കണ്ട ഓഫീസർ അതിനെ ഇന്ത്യൻ പനോരമയിലേക്ക് സജസ്റ്റ് ചെയ്തു. അന്ന് ഇന്ത്യൻ പനോരമ തുടങ്ങണേ ഉള്ളൂ. മലയാളത്തിൽ നിന്ന് ആദ്യം ഇന്ത്യൻ പനോരമയിലേക്ക് പോയ പടമാണ് അഗ്നി. ആദ്യത്തെ മലയാള പടമാണ്. അപ്പൊ ആ പടം അന്ന് പോയത് ഇദ്ദേഹത്തിന്റെ ഒരു ശുപാർശ. അന്ന് വേറെ മത്സരം അല്ലെങ്കിൽ സെലക്ഷനോ ഒന്നുമില്ല, കാരണം ടെലിവിഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ കാശില്ല. 50,000 രൂപ തരും, 5,000 രൂപ തരും ഈ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ്. അത് ഇത് സബ് ടൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സബ് ടൈറ്റിൽ ചെയ്യാനാണെങ്കിലോ ഇപ്പൊ ഉള്ള ടെക്നിക്കാലിറ്റീസോ അല്ലെങ്കിൽ മാർഗിൻസോ ഒന്നുമില്ല. ഒരു സീലിന്റെ മുകളിൽ ഒരു റബ്ബർ, ഒരു മെറ്റൽ സീലില് സ്റ്റാമ്പ് പോലെ സബ് ടൈറ്റിലൊക്കെ ഓരോന്നുണ്ടാക്കിയിട്ട് ഫിലിമിന്റെ ഓരോരോ ഫ്രെയിമിലും കുത്തണം. ഈ ഇംഗ്ലീഷ് വേർഡ്. അതെ. അത് ആ കുത്തുന്നത് നേരത്തെ കുത്തിയ ഫിലിമിന്റെ അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ജമ്പ് ചെയ്യും. അതിനൊരു റാവുക്കോ ഇഫക്ട്സ് എന്നൊരു റാവു ഉണ്ടായിരുന്നു, ആന്ധ്രക്കാരൻ, ബോംബെയില്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോയിരുന്നു. ഞാൻ തന്നെ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഞാൻ തന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് സ്റ്റാമ്പ് ഉണ്ടാക്കിപ്പിച്ച് കൂടെ ഇരുന്ന് കുത്തി 1.5 മാസം കൊണ്ട് സബ് ടൈറ്റിൽ ചെയ്തിട്ടാണ്
പക്ഷെ അവിടെ ഗുണമുണ്ടായി, അത് പുറത്തൊക്കെ പോയി ലൊക്കാർണോവില്, മോസ്കോവില്, ഇസ്താംബുളിലൊക്കെ പോയി 1-2-3 അവാർഡുകളൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ കേരളത്തിൽ നമുക്ക് അവാർഡ് തന്നില്ല. കേരളത്തിൽ അവരെന്താ ചെയ്തെന്ന് വെച്ചാല്, ഞാൻ ഈ അവാർഡ് അയച്ചു കൊടുത്ത പതിവ് പോലെ ഞാൻ അവന്റെ പുറകെ പോകാറില്ലല്ലോ. അപ്പൊ നോക്കുമ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇത് കൊടുക്കരുതെന്ന് തീരുമാനിച്ചു അവർ ആദ്യം തന്നെ കമ്മിറ്റി. വേറെ ആർക്ക് കൊടുക്കാനുള്ളതുകൊണ്ടായിരിക്കാം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോ ഇത് കേരളത്തിൽ എക്സിബിറ്റ് ചെയ്ത രൂപത്തിലുള്ള പ്രിന്റ് തള്ളി. കാരണം ഞാൻ ഈ പുറത്തയച്ചു കൊടുത്ത പ്രിന്റാണ് അയച്ചു കൊടുത്തത്. മാപ്പിള ഭാഷ ആയതുകൊണ്ട് തെക്കോട്ടിരുന്നുള്ള ആളുകൾക്ക് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. അപ്പൊ കേരളത്തിൽ എക്സിബിറ്റ് ചെയ്ത രൂപത്തിലല്ല ഇതുപോലെ തന്നിട്ടുള്ളതെന്നുള്ളതുകൊണ്ട് അത് കൺസിഡർ ചെയ്യണ്ട എന്ന് വെച്ചു. എന്നെ അറിയിച്ചതുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ആദ്യം തന്നെ ഉള്ളതുകൊണ്ട്, പിന്നെ ബാക്കിയുള്ള അവാർഡുകളുടെ കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഞാൻ പിന്നെ സിനിമയുടെ ഒരു അവാർഡിനും എന്റെ ഒരു വർക്കും അയച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നെ നോക്കിയാൽ ഈ ഡയറക്ടറേറ്റിന്റെ ഈ ഒരു പ്രിന്റ് അല്ലാണ്ട്, ഈ പുറത്തുപോയ ഫെസ്റ്റിവലിലുള്ള കാര്യങ്ങളല്ലാണ്ട് ഒരു ചരിത്രരേഖയിലും ഞാനില്ല. അതുകൊണ്ടാണ് എന്നെ എവിടെയും കാണാത്തത്. അത് ഏത് ഇന്റർവ്യൂവിലും കാണാറില്ലല്ലോ, ഈ സിനിമയെ കുറിച്ച് പറയാറില്ല. അവർക്ക് അറിയില്ല. അതെ, അല്ല നിലപാടുകളുണ്ട് എന്നല്ലാതെ ഈ പറഞ്ഞ മാതിരി അതിന് മറ്റേ 20ാം വയസ്സിൽ അവാർഡ് കിട്ടി അങ്ങനെ ആ ഒരു സ്ഥിരം ഒരു ശൈലിയിൽ പോവാറുണ്ട്. അതിന് വേറൊന്നും പോകാറില്ല. പിന്നെ എന്താ എനിക്ക് പറയാവുന്ന ഒരു എല്ലാ പടങ്ങളിലും മിക്കതിലും മധുവാണ് നായകനായിട്ട് ഉള്ളത് അല്ലേ. എന്നുവെച്ചാൽ മിക്ക പടങ്ങളിലും ഒന്ന് പ്രാംസീർ, തുലാവർഷത്തില് പ്രാംസീർ ഉണ്ട് എന്നല്ലാണ്ട് അതിൽ മധു ഉണ്ടോ? ഓർമ്മയില്ല. അപ്പൊ ഉണ്ടോന്ന് പറയാം. ഏതായാലും എല്ലാം പിന്നിലാവായാലും മറ്റേതായാലും എല്ലാ പടങ്ങളിലും ഈ മധു എന്ന് പറയുന്ന നിലനിന്നിരിക്കുന്ന അത് ഒരു ജ്യേഷ്ഠനെ പോലെയാണ് എന്നാണ് സിആറിന്റെ. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. അദ്ദേഹം വിശ്വസിക്കാവുന്ന, ആശ്രയിക്കാവുന്ന, സ്നേഹിക്കാവുന്ന ഒരാളായിട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്, അന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന് പറ്റിയ ഒരു വേഷം വരുമ്പോൾ മലയാളത്തിൽ നിന്ന് വേറെ ആളെ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഈ വേഷങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വരാൻ പറ്റിയത്. പിന്നെ അന്ന് അത് ഏറ്റവും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി അത് ചേർക്കും. അതിന് സാമ്പത്തികമായിട്ടുള്ള കുറെ മാറ്റങ്ങളും ഉണ്ടാവും അല്ലെ. അതിന് കടുംപിടുത്തം ഇല്ലാതെ ഞാനത് പറയാറുള്ളത് സാധാരണ എന്താണോ അദ്ദേഹത്തിന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാനൊരു പുസ്തകം എഴുതി എനിക്ക് അതിന്റെ പ്രതിഫലം വേറെ വരുമാനമൊന്നുമില്ല. അന്നൊക്കെ മലയാള സിനിമയില് നമ്മൾ ഇപ്പൊ ഈ കാണുന്ന തരത്തിലുള്ള വരുമാനമൊന്നുമില്ല. നസീറിന് ആകെ കിട്ടിയിരുന്ന 25,000 രൂപയാണ്. അതന്നെ 10 തവണയായിട്ട് കൊടുക്കുക. അപ്പൊ ആ കാലത്ത് മനുഷ്യൻ ജീവിക്കണ്ടേ. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നിർമ്മാതാവ് അദ്ദേഹത്തെ കൊണ്ട് സിനിമ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് കൊടുക്കണം. പിന്നീട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഇന്നത്തെ പ്രമുഖരെല്ലാവരും അന്ന് അഭിനയിക്കലുണ്ടായി. മോഹൻലാല്, മമ്മൂട്ടി, ശ്രീനിവാസൻ ഇത്യാദി കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോഴും അവരായിട്ടുള്ള സൗഹൃദങ്ങൾ എങ്ങനെയുണ്ട്? എല്ലാവരും എനിക്ക് പരിചയമാണ്, സ്നേഹമാണ്. പക്ഷേ എനിക്ക് ജീവിതത്തിന്റെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രവൃത്തി സമ്പ്രദായത്തിനകത്ത് അവരായിട്ട് അങ്ങനെ ഇടപെടാനുള്ള അവസരം സൗകര്യമില്ല. അതിപ്പോ നമ്മള് പോവാറില്ല. എത്രയും അതാണുള്ളത്. ഇനി ഒരു തമാശ, ഇപ്പോഴും ഞാൻ ഇവിടുത്തെ ഫോൺ എടുത്തിട്ട് ഞാൻ സി രാധാകൃഷ്ണനാണ് ലാലെ എന്ന് പറഞ്ഞാൽ ആരാരും ചോദിക്കില്ല. ഉറപ്പാണ് ആ കാര്യം, സംശയമില്ല. മമ്മൂട്ടി ആരും ചോദിക്കില്ല, ശ്രീനിവാസനായ ഒട്ടും ചോദിക്കില്ല. അപ്പൊ ആ ഒരു ബന്ധമൊക്കെ നിലനിന്ന് പോകുന്നുണ്ട്, എന്നൊരു മാറ്റമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം വന്നിട്ടില്ല, ഉപദ്രവിക്കാറില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് ആർക്കും, നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട്. അതിപ്പോ എന്നെ കൊണ്ട് ഇവർക്ക് മാത്രമല്ല ഒരാൾക്കും കഴിയുമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി അങ്ങനെയാണ്. കഴിയെങ്കിൽ ഉപകാരം ചെയ്യാൻ കഴിയെങ്കിൽ ഉപദ്രവിക്കുക. അത് ശരിയാണ് സംഗതികൾ. പിന്നീട് വന്നതാണ് ഈ അങ്ങനെ എത്ര എണ്ണത്തിലാണ് ഈ തിരക്കഥ ചെയ്യരുത്? 4 സിനിമ ഞാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. 6 സിനിമ തിരക്കഥ എഴുതി. 6 സിനിമയാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. 4 എണ്ണം സംവിധാനം ചെയ്തു. ആ 4 എണ്ണം സംവിധാനം ചെയ്തതിലും തിരക്കഥകളും എല്ലാം ഞാൻ തന്നെ. ഈ ശങ്കരൻ നായര് ഒന്ന് ചെയ്തു, തുലാവർഷം ചെയ്തു. അതിന് കാർഷികപരമായിട്ടുള്ള നല്ലൊരു വൈൽഡ് ഒരു ഇതുണ്ട്. അത് തുലാവർഷം എന്ന് പറഞ്ഞിട്ടുള്ള പേരല്ലല്ലോ, അത് ഉൾപ്പിരിവുകൾ എന്നൊരു നോവലാണ്. ഉൾപ്പിരിവുകൾ ആ നോവലിനെയാണ് ഈ തുലാവർഷമാക്കി മാറ്റിയത്. അത് നല്ലൊരു
വള്ളുവനാടനും മറ്റേ ആ പ്രദേശത്തിന്റെ ഒരു അതില് ചൗലു കൃഷ്ണൻകുട്ടിന്റെ പാട്ടൊക്കെ ഉണ്ട്. ഈ പശ്ചാത്തലം ഒക്കെ കൂടിയിട്ടൊരു ഗ്രാമീണത നല്ല ചൗലിന്റെ അടുത്ത് സംഗീതം കൊടുത്തുകൊണ്ട് അതെ ഒരു ഓണപ്പാട്ടൊക്കെ ഉണ്ട് ബംഗാളിലുള്ള ഒരു സംഗീതത്തിന്റെ സുഖം അതെ അതിനകത്തുണ്ട്. അതിലാണ് തെയ്യണ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊയ്ത്തിന്റെ ഒരു പാട്ടിന്റെ ഒരു കൊയ്ത്തിന്റെ ഒരു സീനില് ഒരു പാട്ട് വന്നിട്ടുള്ള ഒരു ഇതുള്ളത്. അത് നല്ല പടങ്ങളാണത്. അത് ഞാൻ കോഴിക്കോട് അതായത് ഈ പെണ്ണിലാവും അതുപോലെ ഈ അവിടുത്തെ പോലെ ഇവിടെയൊക്കെ ഒരുപാട് ഓടിയ പടങ്ങളാണ്, പോപ്പുലർ ഫിലിംസ് ആണ്. പെണ്ണിലാവ് മധു തന്നെയാണ്, ഒരുപാട് ഓടിയ ഒരു പടമാണ് അത്. മധുവിന്റെ മകനായിട്ടാണ് പെണ്ണിലാവിലെ അതാണ് ഈ സിനിമ മാറാൻ. സിനിമ എഴുത്തിനോളം ആത്മാർത്ഥമായ നമുക്ക് സുഖം തരുന്ന ഒരു കാര്യമല്ല. അല്ല, ഞാൻ എഴുതാതിരിക്കുമ്പോഴോ ജയൻ ചിത്രം ചെയ്യാനിരിക്കുമ്പോഴോ കൊത്തുപടി ചെയ്യുമ്പോഴോ നമ്മുടേതല്ലാത്ത കഴിവ് നമ്മുടെ പരിമിതിയായിട്ട് വരില്ലല്ലോ. ഇല്ല. ഇതിപ്പോ 1900 ആളുകളുടെ മനോഭാവവും കഴിവും കഴിവില്ലായ്മയും എല്ലാം ഇതിൻ്റെ ഉള്ളില് പരിമിതികളായിട്ട് വരുന്നുണ്ട്. അത് പിന്നെ വേണ്ട. കാരണം കിട്ടുന്ന ഉൽപ്പന്നം നമുക്ക് തൃപ്തി തരില്ല. അവിടെ വെച്ചിട്ട് നമ്മള് കുറെ കഴിഞ്ഞപ്പോൾ ഈ എഴുതാനിടത്തോളം തൃപ്തി വരില്ല എന്ന് മാത്രമല്ല, എഴുതാനുള്ള സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് സിനിമ ഉണ്ടാക്കാൻ പോകുന്നത് അവിവേകമാവും എന്നുകൂടി എനിക്ക് തോന്നി. സിനിമ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കാൻ പറ്റാതെയാവും. അപ്പൊ എനിക്ക് വേണ്ടി അവിടുത്തെ പോലെ എവിടെയെന്നുള്ള സിനിമ ഒന്ന് കാണണമെങ്കിൽ ഒരു വൈറ്റ് സ്ക്രീനിൽ കാണാൻ ഒരു നിർത്തിയില്ല. പരമാവധി വല്ല യൂട്യൂബിലും പോയി നോക്കാൻ പറ്റും. നമ്മളുടെ ഇതുവരെയുള്ള ഈ സംഭാഷണത്തിൽ ഇതൊരു വെറും ഒരു ഇന്റർവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. അത് സൗഹൃദം നമ്മുടെ ചിന്തയിൽ വന്ന ഒരു ചെറിയൊരു സംശയങ്ങളാണ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. സിനിമ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി എവിടെയും ചർച്ചയിൽ വന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ സിനിമയെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ ഈ വീഡിയോ കൂടി മറ്റുള്ളവർക്ക് അറിയാനുള്ളൊരു സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനലുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അങ്ങയുടെ ചാനല് സാധാരണയുള്ള ചാനലുകൾ പോലെയല്ലല്ലോ. ഒന്നാമത്തെ കാര്യം, അതൊരു പേഴ്സണൽ ഇംപ്രഷൻ ചാനലാണ്. എന്താണോ ജയൻ പുതുമന എന്ന ആൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്, അന്വേഷിക്കാൻ കഴിയുന്നത്, ആരാഞ്ഞു പോകാൻ കഴിയുന്നത്, എത്തിപ്പെടാൻ കഴിയുന്നത്, അതൊക്കെ ഇദ്ദേഹം അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയിൽ, ഒരു രീതിയിൽ, അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിലൊരു വ്യക്തി മുദ്രയുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നത് ഒരു സംസ്കാരമുണ്ട്. എന്തിനു വേണ്ടി ഉപയോഗിക്കാം ഈ ചാനല്? ഏതറ്റം വരെ ഇത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഏതൊക്കെ തരം ഗോഷ്ഠി കാണിക്കാമോ കാണിക്കാൻ പാടില്ലയോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കാണുന്നു. അത് ഒരു എഴുതിനാളുടെ സുഹൃത്താണ്. അതിലാണ്ട് അങ്ങേരെ മുഖത്ത് നോക്കി മുഖസ്തുതി പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല കാര്യം കണ്ടുകൊണ്ട് അത് പറയണു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുസ്തകം വായിച്ചിട്ട് പറയുന്നതായാലും വേണ്ടില്ല, ഒരാളിനെ കണ്ട് പറയുന്നതായാലും വേണ്ടില്ല, ഒരു കലാരൂപത്തെക്കുറിച്ച് പറയുന്നതായാലും വേണ്ടില്ല. ആ ജയൻ പുതുമനെ പറയുമ്പോൾ അതൊരു വേറിട്ട പറച്ചിലാണ്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ വലിയ ജനസമാനത്തിന് ഇങ്ങനെ അലറി വിളിച്ച് അതിൻ്റെ പുറകെ വരുന്നൊന്നും വരില്ല. അതിൻ്റെ ആവശ്യമുള്ളതെന്ന് തോന്നുന്നില്ല. അത് നടക്കൂലല്ലോ. ഇയാൾ രാഷ്ട്രീയത്തിന് പോയി ഇലക്ഷൻക്കാരന് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ധാരാളം പെട്ടെന്ന് ഇങ്ങനെ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ചില കുറെ ഇതിലിപ്പോ നമ്മൾ എന്ത് എഴുതുമ്പോഴും ഇപ്പൊ ചെയ്യുമ്പോഴൊക്കെ തന്നെ വെറുതെ ഇരിക്കേണ്ട എന്തായാലും ചെയ്യാന്നുള്ള അങ്ങനെയാണല്ലോ നിരീക്ഷണല്ലോ. അല്ലാണ്ട് ഇതുകൊണ്ട് ഇപ്പൊ ഒരു ഹിമാലയൻ ചാനലിലേക്ക് വന്നത്. അപ്പം ചാനലിൽ വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കൂടുതൽ നമ്മള് ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിന് വേണ്ടിയിട്ടോ എന്നുള്ളതല്ല, നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരം നമ്മളത് കീപ്പപ്പ് ചെയ്ത് പോകണം എന്നുള്ളത്. അത് ആ സംസ്കാരം ഉണ്ട് എന്നുള്ളത് സിആറിന്റെ ഈ അഭിമുഖത്തിൽ കൂടി. അതിപ്പോ ഞാൻ ഇങ്ങനെ ഒരു അഭിമുഖം ഈ വിഷയത്തില് ജയന് തരുന്നു എന്നുള്ളത് തന്നെ എന്റെ വാസ്തവത്തിൽ ഒരു വല്ലാത്ത ഒരു തോന്നലിന്റെ ഭാഗമാണ്. കാരണം ഈ 85 വയസ്സിനിടയ്ക്ക് ഇപ്പം സിനിമ ഉണ്ടാക്കിയത് ഒരു 10, 20, 30 വയസ്സ് കാലത്താണ്. ബാക്കി ഒരു 50, ഒരു അരനൂറ്റാണ്ട് കാലത്തെ ഈ ബാക്കി ജീവിതത്തിനിടയ്ക്ക് സിനിമയെക്കുറിച്ച് അന്വേഷിച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാനും സംസാരിപ്പിക്കാനും വെറും സാധാരണഗതിയിലുള്ള ഇന്റർവ്യൂ നടത്താനും പത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാറില്ല. കാരണം അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു സാക്ഷിയുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ജയൻ ഇത് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറയാനുള്ള കാരണം.
ചിലപ്പോൾ ഞാനിതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനിതൊന്നും പറയാതെ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയാലോ. അതെ. പക്ഷെ അത് പറയാൻ പറ്റിയ ഒരാളെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയാണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു അവസരം ഉണ്ടായി എന്നുള്ളത് തന്നെ ഈ ചാനലിന്റെ ഒരു സവിശേഷതയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് മതി.